So we studied about the term cursor. Cursor is created when the user is using any DML statements. ഇപ്പോൾ ഒരു യൂസർ ഒരു ടേബിളിനെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ടേബിളിൽ ഏതെങ്കിലും DML കമാൻഡ്സ് വഴി ആക്സസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടെമ്പററി വർക്ക് സ്പേസ് ആണ് കഴ്സർ. There are two types of cursor are there. The first one is implicit cursor, and the second one is explicit cursor. And we already studied about the implicit cursor. The next we have to study is about the explicit cursor. Explicit cursor ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ here the cursor is created by the user. അതിന് കമാൻഡ് ഉണ്ട്. കമാൻഡ് വഴി നമ്മൾ കഴ്സർ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ യൂസർ ഓർ ദ പ്രോഗ്രാമർ വിൽ ഹാവ് കൺട്രോൾ ഓവർ ദാറ്റ് ഏരിയ. ആ ഉണ്ടാക്കിയ വർക്ക് സ്പേസിനകത്ത് യൂസറിന് ഒരു കൺട്രോൾ ഉണ്ടാകും. ആൻഡ് while you create the cursor, there will be a select statement along with that cursor. നമ്മളൊരു cursor ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കഴ്സറിനോടൊപ്പം തന്നെ ഒരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കും. അപ്പോൾ ആ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടേബിൾ യു ഹാവ് ടു റൈറ്റ് എ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് എവർ മേ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് ദ കഴ്സർ. Okay, then the handling of the explicit cursor is a 4-step process. First we have to declare the cursor, that is initialize the memory area for the cursor. After that we have to open the cursor. After opening the cursor, next step is fetching the values from the cursor. You know that the values are stored inside the cursor row by row. അപ്പോൾ നമ്മൾ select star from student where city is equal to തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിലെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്കൊരു ടേബിൾ ഫോമാറ്റിലാണല്ലോ കിട്ടുന്നത്. ദാറ്റ് ഈസ് റോ ബൈ റോ യു ആർ ഗെറ്റിംഗ്. ഇതേപോലെയാണ് നമ്മൾ വാല്യൂസ് കഴ്സറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫെച്ച് ചെയ്യണം കഴ്സറിൽ നിന്ന് വാല്യൂസ് റോ ബൈ റോ. ദെൻ ആഫ്റ്റർ ദ യൂസ് യു ഹാവ് ടു ക്ലോസ് ദാറ്റ് മെമ്മറി ഏരിയ. നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക മെമ്മറീനെ. ഡിഫോൾട്ട് കേസിൽ നമുക്കറിയാം ഇംപ്ലിസിറ്റ് കഴ്സറാണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് കഴ്സറിൻ്റെ കേസിൽ ഡേറ്റാബേസ് സെർവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അലോക്കേറ്റും അലോക്കേറ്റും ഒക്കെ ചെയ്യും. പക്ഷേ എക്സ്പ്ലിസിറ്റ് കഴ്സറിൻ്റെ കേസിൽ യൂസർ ഹാസ് ടു ക്രിയേറ്റ് ദ കഴ്സർ ആൻഡ് close the cursor. So we will see what are the different steps how to create an explicit cursor. അപ്പോൾ ആദ്യം അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെമ്മറി ഡിക്ലെയർ ചെയ്യുക, അതായത് കഴ്സർ ഡിക്ലെയർ ചെയ്യുക. അത് PLSQL എഴുതുമ്പോൾ നമുക്കറിയാം there is a declaration section is there. ആ സെക്ഷനകത്താണ് നമ്മൾ കഴ്സറിനെ ഡിക്ലെയർ ചെയ്യേണ്ടത്. കഴ്സർ ഡിക്ലെയർ ചെയ്തിട്ട് ബിഗിൻ എൻഡിൻ്റെ ഉള്ളിലാണ് ബാക്കി സ്റ്റെപ്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ദ കഴ്സർ, ഫെച്ചിങ് ദ വാല്യൂസ് ഫ്രം ദ കഴ്സർ ആൻഡ് ക്ലോസിംഗ് ദ കഴ്സർ. നമ്മളൊരു ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കഴ്സറിൽ നിന്ന് വാല്യൂസ് ഫെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സിംഗിൾ റോയേ ഉണ്ടാകുകയുള്ളൂ, ചിലപ്പോൾ മൾട്ടിപ്പിൾ റോസ് ഉണ്ടാകും. സോ വാട്ട് എവർ മേ ബി മൾട്ടിപ്പിൾ റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ റോയും 1 by 1 ഫെച്ച് ചെയ്യണം. So we will see the details about each of the steps. So what is the first step is declaring the cursor, second step is opening the cursor, next comes the fetching the cursor, and the last step is closing the cursor. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിക്ലെയറിങ് ദ കഴ്സർ. വാട്ട് ഈസ് ദ സിൻടാക്സ് ഫോർ ഡിക്ലെയറിങ് എ കഴ്സർ? ഒരു കഴ്സർ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കഴ്സർ കീവേഡ് യൂസ് ചെയ്യുക, ദെൻ ഗീവ് എ പ്രോപ്പർ നെയിം ടു ദ കഴ്സർ. ആഫ്റ്റർ ദാറ്റ് യു റൈറ്റ് ദ കീവേഡ് ഈസ് ആൻഡ് റൈറ്റ് എനി വാലിഡ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ടേബിളിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കഴ്സർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. സോ കഴ്സർ നെയിം ഈസ് എനി വാലിഡ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ കഴ്സർ സി കസ്റ്റമേഴ്സ് ഈസ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് പല രീതിയിൽ കൊടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെലക്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആട്രിബ്യൂട്ട്സിൻ്റെ പേര് കൊടുക്കാം ഫ്രം കസ്റ്റമേഴ്സ്, ലൈക്ക് ദാറ്റ്. After declaring the cursor, but cursor declaration will be done inside the declare section. PLSQL declare എന്ന് പറഞ്ഞ സെക്ഷനകത്താണ് നമ്മൾ കഴ്സർ ഡിക്ലെയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കംസ് ഓപ്പണിംഗ് ദ കഴ്സർ. അപ്പോൾ ബിഗിൻ സ്റ്റേറ്റ്മെൻറ്റിൽ കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ സ്റ്റെപ്സും കഴ്സറിൻ്റെ ഓപ്പണിങ്ങും ഫെച്ചിങ്ങും ക്ലോസിങ്ങും എല്ലാം ബിഗിൻ എൻഡിൻ്റെ ആ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്. സോ ഹൗ ടു ഓപ്പൺ എ കഴ്സർ? എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. The opening cursor is a very simple step. Open cursor name semicolon, like open C customer, where C customers is a name of a cursor. After that we can fetch the values from a cursor. ചിലപ്പോൾ കഴ്സറിൽ ഒരു
ഒരു റോ പോലും കാണൂല, ചിലപ്പോൾ മൾട്ടിപ്പിൾ റോസ് കാണും, ചിലപ്പോൾ സിംഗിൾ റോ കാണും. അപ്പോൾ എന്താണെങ്കിലും നമ്മളുടെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിരിക്കും കേഴ്സറിലുള്ള നമ്പർ ഓഫ് റോസും ഡീറ്റെയിൽസും എല്ലാം. സോ ഫെച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഫെച്ച് കീവേഡ്, ദെൻ യു റൈറ്റ് ദ നെയിം ഓഫ് ദ കേഴ്സർ. നമ്മൾ വാല്യൂസ് ഫെച്ച് ചെയ്യുന്നത്, ഒരു കേഴ്സറിൽ നിന്ന് വാല്യൂസ് ഫെച്ച് ചെയ്യുന്നത്, ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എത്ര ആട്രിബ്യൂട്ടിനെയാണ് ആ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്, ആ ഓരോ ആട്രിബ്യൂട്ടിനെയും സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അത് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഡിക്ലറേഷൻ സെക്ഷനിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റിൽ 3 ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ഈ 3 ആട്രിബ്യൂട്ടിനെ ഫെച്ച് ചെയ്ത് സ്റ്റോർ ചെയ്യാനും വി ഹാവ് ടു യൂസ് 3 ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ടിനെയും ഇതുപോലെ വേണം ഫെച്ച്. After that you write the name of the cursor into keyword, then you write the variables. ഏതൊക്കെ വേരിയബിൾ ആണ്. അപ്പോൾ ഒരു റോയിനെ ഫെച്ച് ചെയ്യും, ആ റോയിൽ ഓരോ ആട്രിബ്യൂട്ടിനെയും ഹോൾഡ് ചെയ്യാനായിട്ട് ഓരോ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു ആട്രിബ്യൂട്ടിന് ഒരു വേരിയബിൾ. അപ്പോൾ CID, ഇപ്പോൾ ഞാൻ C for customer ആണെങ്കിൽ CID മീൻസ് ഞാൻ കേഴ്സർ ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഫസ്റ്റ് വേരിയബിൾ, സെക്കൻഡ് വേരിയബിൾ, തേർഡ് വേരിയബിൾ ആൻഡ് സോ ഓൺ. And we can fetching from the cursor can be done in different ways. നമുക്ക് ആദ്യത്തെ റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫെച്ചിങ്, ലാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ദ സിൻടാക്സ് വിൽ ബി ഫെച്ച്. ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കുക, നെക്സ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഫെച്ചിങ് ഏത് രീതിയിൽ നടത്തണം ആ പെർട്ടിക്കുലർ ടൈപ്പ് ഇവിടെ കൊടുക്കുക. ദെൻ ഫ്രം കേഴ്സർ നെയിം, ദാറ്റ് ഈസ് ദ സിൻടാക്സ് ഓഫ് ഫെച്ച് സ്റ്റേറ്റ്മെൻറ്റ്. Like this, fetch first from S1 or fetch last from S1. അപ്പോൾ ഇതിൽ fetch is a keyword, first or last ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ വേണം, അതും keywords തന്നെയാണ്. Then from S1, here S1 means the name of the cursor. And this is the last step. നമ്മൾ കേഴ്സറിൻ്റെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് യു ഹാവ് ടു ക്ലോസ് ദ കേഴ്സർ എക്സ്പ്ലിസിറ്റ്ലി. സിൻടാക്സ് ഈസ് ക്ലോസ് കേഴ്സർ നെയിം സെമിക്കോളൻ. Okay, so there are 4 steps are there when you create a explicit cursor. Declare, that means declare the cursor, open the cursor, fetch the cursor, close the cursor. Declare will be done inside the declaration section of the PLSQL, and inside the body of the PLSQL you can write the opening the cursor, fetch the command to fetch the values from the cursor, and at last you have to write the close the cursor. So we will see one example. So this is about the cursor details.